പ്രകടിപ്പിക്കാത്ത സ്നേഹം നിരർത്ഥകമാണ്. നമ്മുടെ ബന്ധങ്ങളിൽ സ്നേഹവും കരുതലും പരിഗണനയും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അത് പ്രകടമായി തന്നെ കിട്ടുകയും വേണം. ഇല്ലെങ്കിൽ അത് നമ്മുടെ റിലേഷൻഷിപ്പിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചേക്കാം. വാക്കുകളിൽ കൂടി മാത്രമാണോ സ്നേഹം പ്രകടിപ്പിക്കുന്നത്? തീർച്ചയായും അല്ല. ഓരോരുത്തരുടെയും സ്നേഹത്തിന്റെ ഭാഷ വ്യത്യസ്തമാണ്. ലവ് ലാംഗ്വേജ് ഓഫ് ഈച്ച് വൺ ഇസ് ഡിഫറെന്റ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങളുടെ പാർട്ട്ണറുടെയും ലവ് ലാംഗ്വേജ് ഏതാണെന്ന് മനസ്സിലാക്കാം. ഹലോ, ഐ എം ആതിര ജാനകി. ഐ എം എ ഹെൽത്ത് സൈക്കോളജിസ്റ്റ് ആൻഡ് എ മെന്റൽ ഹെൽത്ത് എഡ്യൂക്കേറ്റർ. വെൽക്കം ടു ദ വീഡിയോ. അഞ്ച് തരത്തിലുള്ള ലവ് ലാംഗ്വേജ് ആണ് സാധാരണയായി നമ്മൾ ഉപയോഗിക്കാറ്. വേർഡ്സ് ഓഫ് അഫർമേഷൻ, വാക്കുകളിൽ കൂടെ സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളുകളാണ് ഇവർ. അത് സംസാരത്തിലൂടെയോ മെസ്സേജുകളിലൂടെയോ ലെറ്ററുകളിലൂടെയോ ആവാം. വേർഡ്സ് ആണ് നിങ്ങളുടെ ലവ് ലാംഗ്വേജ് എങ്കിൽ നിങ്ങളുടെ സ്നേഹവും പരിഗണനയും വാക്കുകളിൽ കൂടെ എക്സ്പ്രസ് ചെയ്യാനും എൻകറേജിംഗ് ആയി സംസാരിക്കാനുമൊക്കെ ആയിരിക്കും നിങ്ങൾ ശ്രമിക്കുന്നത്. മറ്റുള്ളവരും തിരിച്ച് ഇതേ രീതിയിൽ പെരുമാറണം എന്നായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ പാർട്ട്ണറുടെ ലവ് ലാംഗ്വേജ് വേർഡ്സ് ആണെങ്കിൽ എൻകറേജിംഗ് ആയ കൈൻഡായ വാക്കുകളിലൂടെ നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ ശ്രമിക്കുക. ഇടയ്ക്ക് മെസ്സേജുകളിലൂടെയോ ലെറ്ററുകളിലൂടെയോ ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഒരു എക്സ്പെൻസീവായ ഗിഫ്റ്റിനേക്കാളും ഇവർ വിലമതിക്കുന്നത് സ്നേഹത്തോടെയുള്ള നിങ്ങളുടെ വാക്കുകളായിരിക്കും. എപ്പോഴാണോ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു പോകുന്നത് അത് ബന്ധത്തെ മോശമായി ബാധിച്ചേക്കാം. ക്വാളിറ്റി ടൈം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് മറ്റൊരു കൂട്ടർ. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് കുടുംബത്തിന്റെ കൂടെ പ്രിയപ്പെട്ടവരുടെ കൂടെ സമയം ചെലവഴിക്കാനായിരിക്കും ഇവർ ആഗ്രഹിക്കുന്നത്. അതായിരിക്കും ഇവർക്ക് കൂടുതൽ സന്തോഷം നൽകുന്നത്. പ്രിയപ്പെട്ടവരോടൊപ്പം ഒരുമിച്ചിരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ഇവർ കൂടുതലായി എൻജോയ് ചെയ്യുന്നു. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും ഒരുമിച്ച് യാത്രകൾ ചെയ്യുന്നതും ഒരുമിച്ചിരുന്ന് TV കാണുന്നതുമൊക്കെ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള വഴിയായാണ് ഇവർ കണക്കാക്കുന്നത്. നിങ്ങളുടെ പാർട്ട്ണറുടെ ലവ് ലാംഗ്വേജ് ക്വാളിറ്റി ടൈം ആണെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സമ്മാനം അവർക്ക് വേണ്ടി സമയം കണ്ടെത്തുക എന്നതാണ്. നിങ്ങളുടെ പ്രാരാബ്ദങ്ങൾക്കും തിരക്കുകൾക്കുമിടയിൽ ഒരുമിച്ചിരിക്കാൻ ഒരു 10 മിനിറ്റെങ്കിലും മാറ്റിവെക്കുക. നിങ്ങളുടെ പാർട്ട്ണർ ആവശ്യപ്പെടാതെ തന്നെ അവർക്ക് വേണ്ടി തോട്ട്ഫുൾ ആയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളുടെ ലവ് ലാംഗ്വേജ് ആക്ട് ഓഫ് സർവീസ് ആയിരിക്കാം. മറ്റുള്ളവർ ആവശ്യപ്പെടാതെ തന്നെ അവരുടെ ജീവിതം സുഗമമാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിലൂടെയാണ് ഇക്കൂട്ടർ അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരുടെ തിരക്കുകളിൽ അവരെ സഹായിക്കാനും ജോലികൾ പങ്കിട്ട് ചെയ്യാനും ഇവർ ശ്രദ്ധിക്കും. നിങ്ങളുടെ പാർട്ട്ണറുടെ ലവ് ലാംഗ്വേജ് ആക്ട് ഓഫ് സർവീസ് ആണെങ്കിൽ നിങ്ങളിൽ നിന്നും വളരെ തോട്ട്ഫുൾ ആയ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഇത്തരം ബിഹേവിയർ ആയിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. വീട്ടിലെ കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സണലായ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളുമൊക്കെ നിങ്ങൾ വളരെ ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുത്ത് ചെയ്യുന്നത് ഇവരെ സന്തോഷിപ്പിക്കും. നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ടെന്നും അവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടെന്നുമൊക്കെ അവർക്ക് തോന്നുന്നത് അപ്പോഴായിരിക്കും. ഫിസിക്കൽ ടച്ച്, സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരു പവർഫുൾ ടൂളാണ് ടച്ച്. ഫിസിക്കൽ ടച്ച് ലവ് ലാംഗ്വേജ് ആയിട്ടുള്ള ആളുകൾ ഹഗ് ചെയ്തും കിസ് ചെയ്തും ഒരുമിച്ച് കൈപിടിച്ച് നടന്നും ഒക്കെ ആയിരിക്കും സ്നേഹം പ്രകടിപ്പിക്കുന്നത്. അവർ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്ന സന്ദർഭങ്ങളിൽ നിങ്ങളുടെ ഫിസിക്കൽ പ്രസൻസും നിങ്ങളുടെ ടച്ചുമൊക്കെ അവരെ ശാന്തരാക്കുന്നു. നിങ്ങളുടെ പാർട്ട്ണറുടെ ലവ് ലാംഗ്വേജ് ഫിസിക്കൽ ടച്ച് ആണെങ്കിൽ സ്നേഹവും കരുതലുമൊക്കെ ടച്ചിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഒരു തലോടലും ഹഗ്ഗുമൊക്കെ അവർ വളരെ ആഗ്രഹിക്കുന്നുണ്ടാവും. റെഗുലർ ആക്ട് ഓഫ് ഇൻറ്റിമസി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൂടുതൽ മനോഹരമാക്കും. വെർബൽ കമ്മ്യൂണിക്കേഷൻ പോലെ തന്നെ മിക്കവാറും ആളുകൾ ഉപയോഗിക്കുന്ന മറ്റൊരു ലവ് ലാംഗ്വേജ് ആണ് ഗിവിങ് ആൻഡ് റിസീവിങ് ഗിഫ്റ്റ്. ഗിഫ്റ്റുകളും സർപ്രൈസുകളുമൊക്കെ ഇവരെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നു. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായി ഗിഫ്റ്റ് കൊടുക്കുന്നതും സർപ്രൈസായി ഔട്ടിങ്ങിനോ ട്രിപ്പിനോ പോകുന്നതുമൊക്കെ ഈ കൂട്ടർ പ്രയോറിറ്റൈസ് ചെയ്യുന്നു. സമ്മാനങ്ങൾ കൊടുക്കുന്നതും തിരിച്ചു കിട്ടുന്നതുമൊക്കെ ഇവരെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു. താൻ സ്നേഹിക്കപ്പെടുന്നുണ്ടെന്നും എന്നെ ആളുകൾ കെയർ ചെയ്യുന്നുണ്ടെന്നുമൊക്കെ ഇവർ മനസ്സിലാക്കിയെടുക്കുന്നത് ഇത്തരം പ്രവൃത്തികളിലൂടെയാണ്. എന്നാൽ നിങ്ങളുടെ ഗിഫ്റ്റ് വളരെ എക്സ്പെൻസീവ് ആവണമെന്നില്ല.
വളരെ യൂസ്ഫുൾ ആയ തോട്ട്ഫുൾ ആയ ഗിഫ്റ്റുകൾ അത് തിരഞ്ഞെടുക്കാൻ നിങ്ങൾ ചെലവാക്കിയ സമയം, അതിൻ്റെ പിറകിലുള്ള നിങ്ങളുടെ തോട്ട് പ്രോസസ്സ്, ഇതൊക്കെയായിരിക്കും അവരെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്. നിങ്ങളുടെ പാർട്ട്ണറുടെ ലവ് ലാംഗ്വേജ് ഇതാണെങ്കിൽ ഗിഫ്റ്റുകൾ കൊടുക്കുന്നതും സർപ്രൈസ് കൊടുക്കുന്നതുമൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൂടുതൽ എനർജറ്റിക്കായി നിലനിർത്താൻ സഹായിക്കുന്നു. ഇപ്പോൾ പലർക്കും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സംശയം, നിങ്ങളുടെയും നിങ്ങളുടെ പാർട്ട്ണറുടെയും ലവ് ലാംഗ്വേജ് ഡിഫറൻ്റ് ആണെങ്കിൽ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എങ്ങനെ ബാധിക്കും എന്നായിരിക്കും. നമുക്കറിയാത്ത ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ കൂടെ നമുക്ക് താമസിക്കേണ്ടി വരാറില്ലേ? പഠനത്തിനും ജോലി ആവശ്യത്തിനുമൊക്കെയായി ഇങ്ങനെ മാറി താമസിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യാറ്? അവരുടെ ഭാഷ മനസ്സിലാക്കാനും പഠിച്ചെടുക്കാനും ശ്രമിക്കും. ഇതേ എഫേർട്ട് തന്നെയാണ് റിലേഷൻഷിപ്പിലും ആവശ്യം. നിങ്ങളുടെയും നിങ്ങളുടെ പാർട്ട്ണറുടെയും ലവ് ലാംഗ്വേജ് ഏതാണെന്ന് തിരിച്ചറിയുക. അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൂടുതൽ മനോഹരമാക്കും. നിങ്ങളുടെ ലവ് ലാംഗ്വേജ് ഏതാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു ക്വിസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ലവ് ലാംഗ്വേജ് ഏതാണെന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോവുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.